ഒരു ദൈവദാസൻ, ഞങ്ങളുടെ പിതാവ്, എന്നാൽ തൻ്റെ ശരീരത്തിൽ അനുഭവിച്ച വേദനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ മാറി താൻ ആർക്കു വേണ്ടി ആരെ സ്നേഹിച്ചു ആ കർത്താവിലേക്ക് ചേർന്നപ്പോൾ ദൈവനാമം മഹത്വപ്പെട്ടു എന്ന് കാണുവാൻ കഴിയുന്നു. തൻ്റെ ഈ വേദനയും ദുഃഖമൊക്കെ മാറി നമ്മൾ വായിക്കുന്ന പോലെ കർത്താവിൻ്റെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ കർത്താവിൻ്റെ ശബ്ദം വാനവിധാനത്തിൽ കേൾക്കുമ്പോൾ ചടിച്ചടെ ഉയർക്കുന്ന വിശുദ്ധന്മാരോടൊപ്പം ഞങ്ങളുടെ പ്രിയ പിതാവും കാണാമെന്ന വലിയ പ്രത്യാശ ഞങ്ങളുടെ ഹൃദയങ്ങളുണ്ട്. യുഎഇയിൽ ഷാർജയിൽ ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന സഭയുടെ ദുഃഖവും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രിയ പിതാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയുണ്ടായി. അനേകം ദിവസങ്ങൾ പ്രാർത്ഥിക്കുകയുണ്ടായി. പ്രിയ സഭയുടെ ദുഃഖവും ഈ തലത്തിൽ ഞാൻ ഇവിടെ അറിയിക്കട്ടെ. ദൈവം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പി പി ജോർജ് സാർ, പുറകെ സി പി തോമസ്. ഞാൻ മുൻകൂട്ടി പേര് പറയുന്നത് ഇടയ്ക്ക് ഗ്യാപ്പ്, അത്രയും കൂടെ സമയം നമുക്ക് ലാഭിക്കാനാണ്. ഒരാൾ പറഞ്ഞു കഴിയുമ്പോഴേ അടുത്തയാൾ ഇവിടെ എത്തത്തക്ക നിലയിൽ ആ നിലയിൽ കാര്യങ്ങൾ ക്രമീകരിച്ചാൽ വളരെ നന്ന്. കർത്തൃനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എനിക്ക് പ്രിയ തോമസ് സാറുമായിട്ട് ദീർഘകാലത്തെ പരിചയമാണുള്ളത്. ഞങ്ങൾ തമ്മിൽ കുടുംബ ബന്ധമുണ്ട് എന്നുള്ളതിനേക്കാൾ എത്രയോ അധികമായ ബന്ധം പുലർത്തുവാൻ കഴിഞ്ഞിട്ടുള്ളത് പുസ്തകങ്ങളിലൂടെയാണ്. തൻ്റെ ഗ്രന്ഥങ്ങൾ വളരെ അമൂല്യമാണ്. അത് അധികം വായിച്ചിട്ടില്ലാത്തവർ ഇനിയും അത് വേഗത്തിൽ കിട്ടാവുന്നതെല്ലാം വാങ്ങി വായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്നെ അത് വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള നല്ല പുസ്തകങ്ങൾ നമ്മളുടെ ഇടയിൽ പലരും പുസ്തകങ്ങൾ എഴുതാറുണ്ട് എന്ന് വന്നാലും അതിന് അതിൻ്റേതായൊരു മൂല്യം ചിലപ്പോൾ ഉണ്ടായില്ല എന്ന് വരും. എന്നാൽ ബ്രദർ എം ബിയുടെ പുസ്തകങ്ങൾ അങ്ങനെയല്ല. അത് വായിക്കേണ്ടതാണ്. വായിച്ചാൽ പുതിയ കാഴ്ചപ്പാടും തീരുമാനങ്ങളും ഉരുത്തിരിയുവാൻ സഹായിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവം ഓരോരുത്തർക്കും ഓരോ കാലം അനുവദിച്ചിട്ടുണ്ട്. ആ കാലത്തിൽ കൂടുതൽ അവർക്ക് അധ്വാനിക്കാനായിട്ട് കഴിയുകയില്ല. പ്രിയദാസൻ വളരെയേറെ അധ്വാനിച്ചു. ഒരു നിശ്ചയത്തിൻ്റെയും അനിശ്ചിതത്വത്തിൻ്റെയും സംഗമസ്ഥാനമാണ് മരണം എന്ന് പറയാം. മരിക്കുന്നത് ആരും അറിയുന്നില്ല, ജനിക്കുന്നതും അവരറിയുന്നില്ല. ജനിച്ചു, കരഞ്ഞു, അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ആള് ബോധമുള്ളൊരു കുട്ടി ജനിച്ചു എന്ന്. അതിൻ്റെ വേദനകൾ ജനനത്തിൻ്റെ വേദനയായാലും മരണത്തിൻ്റെ വേദനയായാലും അവരറിയുന്നില്ല. എന്നാൽ ഒരു മനുഷ്യന്റെ മഹത്വം എന്ന് പറയുന്നത് മരിക്കുമ്പോൾ എത്ര പേര് കരയാനായിട്ട് കൂടി വന്നു എന്നുള്ളതാണ്. അല്ലാതെ വിവാഹത്തിനോ മറ്റു ചടങ്ങുകൾക്കോ എത്ര പേര് വന്നു എന്നുള്ളതിലൊന്നും മഹത്വമില്ല. വാസ്തവത്തിൽ എത്ര പേര് കരഞ്ഞു, എത്ര പേര് അനുശോചനം രേഖപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ മനസ്സിൽ രേഖപ്പെടുത്തിക്കൊണ്ട് വന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. DL മൂഡി മരിക്കുമ്പോൾ പറഞ്ഞു, ഞാൻ പോവുകയാണ്, ആരും കരയരുത്, ഇന്ന് എൻ്റെ കിരീടധാരണ ദിവസമാണ്. അതുപോലെ ബ്രദർ എം ബിയുടെ കിരീടധാരണ ദിവസം വന്നു. പലരും കരഞ്ഞു, പക്ഷേ പ്രയോജനമുണ്ടായില്ല. കർത്താവ് തന്നെ തൻ്റെ അടുക്കലേക്ക് വിളിച്ചു. ജിം എലിയറ്റ് പറഞ്ഞു, സ്ഥിരമായി സൂക്ഷിക്കാൻ കഴിയാത്തവ സ്ഥിരമായി സൂക്ഷിക്കാൻ കഴിയുന്നതിന് വേണ്ടി നഷ്ടപ്പെടുത്തുന്നവൻ മൂഢനായിത്തിട്ട് ഒരിക്കലും തീരുകയില്ല. നമ്മുടെ പ്രിയ എം പി അങ്ങനെ
സ്ഥിരമായി സൂക്ഷിക്കാൻ കഴിയുന്നതിന് വേണ്ടി തൻ്റെ ജീവൻ ബലിയർപ്പിച്ചു. അത് നമുക്കൊരു വെല്ലുവിളിയാണ്. ആ ജീവിതത്തിലെ പാഠങ്ങൾ നമ്മളുടെ മനസ്സിനെ മതിക്കട്ടെ എന്നുള്ളതിന് ഞാൻ ആശംസിക്കുന്നു. ദാനിയേലിനോട് ദൈവം പറഞ്ഞപ്പോൾ നീയോ ദാനിയേലെ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. ഇവിടെ പ്രിയ M.V. തോമസിനോട് കർത്താവ് പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, നിന്റെ പ്രതിഫലം പ്രാപിക്കാനുള്ള സമയം നിനക്ക് ആഗതമായിരിക്കുന്നു, അതുകൊണ്ട് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. യാത്ര അയച്ചു. ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ആ കുടുംബത്തെ പ്രാർത്ഥനയിൽ ഓർക്കുക എന്നുള്ളതാണ്. പ്രിയ സഹധർമ്മിണി ശോശാമ്പിയും കർത്താവിന്റെ ദാസന്റെ വിടവ് നികത്തുവാനായിട്ട് സുവിശേഷ രംഗത്ത് അധ്വാനിക്കുന്ന പ്രിയ ജെയിംസിനെയും കർത്താവ് വളരെയേറെ ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തി മറ്റുള്ളവർക്ക് ആശ്വാസമായി ഇരിക്കുവാൻ തക്കവണ്ണം ഉപയോഗപ്പെടുത്തേണ്ടത് ഒരാവശ്യമായിരിക്കുന്നു. ആ നിലയിൽ ഉപയോഗപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കട്ടെ. കർത്തനാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ ആത്മീയ ഗുരുവും എൻ്റെ പിതാവിനെ പോലെ സ്നേഹിക്കുകയും ചെയ്യുന്ന പ്രിയ തോമാച്ചായൻ്റെ വിയോഗത്തിൽ ഞങ്ങൾ കുടുംബമായി ദുഃഖിക്കുന്നു. മാത്രമല്ല, തന്നെ പരിചയപ്പെട്ട നാൾ മുതൽ കഴിഞ്ഞ ശനിയാഴ്ച കർത്തസന്നിധിയിൽ ഞാൻ ചേർക്കപ്പെട്ട സമയം വരെയും എനിക്ക് വളരെ ആശ്വാസപ്രദനായിരുന്നു. അടൂരിൽ വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. താൻ എഴുതിയ ആദ്യത്തെ പുസ്തകം അത് പബ്ലിഷ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ കിട്ടി. അന്നു മുതൽ തൻ്റെ പുസ്തകങ്ങൾ വാങ്ങുവാനും വായിക്കുവാനും ഇടയായി. എന്നാൽ കൂടുതലൊരു ആത്മീയ ബന്ധം അടൂരിൽ വെച്ച് എനിക്ക് ആ ദൈവദാസനുമായി പുലർത്തുവാൻ സാധിച്ചു. അന്നു മുതൽ ഈ ദിവസം വരെയും തൻ്റെ സാന്നിധ്യവും ആലോചനയും എനിക്ക് വിലപ്പെട്ടതായിരുന്നു. അങ്കമാലിയിലേക്ക് കടന്നു വരുന്നതിന് മുൻപേ അദ്ദേഹം എന്നെ വിളിച്ചു. ജെയിംസ് അങ്ങോട്ട് വന്നിട്ടുണ്ട്, ഇവിടെയുള്ളതായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊരുമിച്ച് അങ്കമാലിയിൽ ജെയിംസ് വന്ന ആ ഒന്നാം നാൾ മുതൽ ഒരുമിച്ച് പ്രവർത്തിക്കുവാനും സഹകരിക്കുവാനും വലിയവനായ ദൈവം ഇടയാക്കി. മിക്കവാറും താൻ അങ്കമാലിയിലേക്ക് താമസം തുടങ്ങുന്നതിന് മുൻപ് എന്നെയും വിളിക്കും, കാര്യങ്ങളൊക്കെ എന്നോടും ചോദിച്ചറിയും. വളരെ നല്ലൊരു ആത്മീയ ഗുരു, ഒരു മാതൃകാ പുരുഷൻ. തൻ്റെ ജീവിതം മുഴുവനും കർത്താവിന് വേണ്ടി ചെലവഴിച്ച ഒരു വ്യക്തി. തൻ്റെ ശുശ്രൂഷ മുഴുവനും ലാഭേച്ഛ കൂടാതെ കർത്താവിന് വേണ്ടി ചെലവഴിച്ചു. ക്രൈസ്തവ ജനതയ്ക്ക് അമൂല്യമായ 68 പുസ്തകങ്ങൾ എഴുതി പബ്ലിഷ് ചെയ്യുവാൻ വലിയവനായ ദൈവം തന്നെ എടുത്തുപയോഗിച്ചു. അതിൽ കഴിഞ്ഞ ദിവസമാണ് ഞാൻ അറിയുന്നത് 22 പുസ്തകമാണ് താൻ നല്ല ആരോഗ്യവാനായിരുന്നപ്പോൾ എഴുതി പബ്ലിഷ് ചെയ്തത്. എന്നാൽ ബാക്കി 46 പുസ്തകവും താൻ രോഗത്തിന്റെ മൂർച്ഛനയിൽ കിടന്നതായ അവസരങ്ങളിലാണ് എഴുതിയത്. ആ ഓരോ പുസ്തകവും ദൈവമക്കൾക്ക് പ്രയോജനപ്പെടുന്ന അമൂല്യനിധിയായിട്ടിരിക്കുന്നു. എന്നാൽ അതിലൊക്കെ ഉപരിയായിട്ട് വേറൊരു കാര്യമുള്ളത്, അതിൽ 2 പുസ്തകം ഈ അവസാന ദിവസങ്ങളിൽ 10 ദിവസത്തിനുള്ളിൽ തിരുവല്ല മെഡിക്കൽ മിഷനിൽ താൻ കിടന്ന മുറിയിൽ കിടക്കയിലിരുന്ന്, രോഗക്കിടക്കയിലിരുന്ന് റിലീസ് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ 68 പുസ്തകങ്ങളുടെയും പണി പൂർത്തിയാക്കി ചില പുസ്തകങ്ങൾ എഴുതി തൻ്റെ മകനെ ഏൽപ്പിച്ചിട്ടുണ്ട്. മക്കൾക്കൊരു നല്ല പിതാവും സഭയ്ക്ക് നല്ലൊരു ആത്മീയ പിതാവും കുടുംബത്തിന് നല്ലൊരു നാഥനും പ്രിയ സഹോദരിക്ക് നല്ലൊരു സ്നേഹവാനായ ഭർത്താവുമായിട്ട് തൻ്റെ ജീവിതം ചെലവഴിച്ചു. താൻ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്നെ തോമാച്ചായ എന്നാണ് വിളിക്കുന്നത്. തോമാച്ചായ, എനിക്ക് 6 മക്കളാണ്, എനിക്ക് മരുമക്കളില്ല, 6 മക്കളാണ് എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ആ കുടുംബത്തെ സ്നേഹിക്കുവാനും കരുതുവാനും
ഇത്രമാത്രം വിശാലതയുള്ള ഒരു ദൈവഭക്തനെ കാണുവാനിടയായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ ഇരുന്നു കൊള്ളാം. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. പ്രിയ എന്റെ ആത്മീയ ഗുരുവും വേദപണ്ഡിതനുമായ തോമാച്ചായൻ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയിലേക്ക് കടന്നുപോയി. അദ്ദേഹത്തെ എനിക്കും അവിടെ കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടെ ഞങ്ങൾ ജീവിക്കുന്നു, ഞങ്ങളുമായിരിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ വലിയവനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ. എന്റെയും തുറവൂർ സഭയുടെയും അനുശോചനം ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ തോമാച്ചായന്റെ ബന്ധങ്ങളും ശുശ്രൂഷകളും കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല, ഇന്ത്യയിൽ മാത്രമല്ല ലോകവ്യാപകമായിട്ട് ഉള്ളതായിരുന്നു. തനിക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ അക്ഷരങ്ങളിലൂടെ കടന്നു ചെല്ലുവാനും അനേകരെ സ്വാധീനിക്കാനും ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് അനേകര് കടന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്ന് സുവിശേഷകന്മാർ പലരുണ്ട്, ദൈവമക്കൾ അനേകര് കടന്നു വന്നിട്ടുണ്ട്. അവരെല്ലാം കൂടെ റെപ്രസെന്റ് ചെയ്ത് ഇപ്പോൾ കർത്താവിന്റെ ദാസൻ ജോസഫ് രാജൻ 2 മിനിറ്റ്, പ്രിയ ജെയിംസ് അവിടെ നിന്ന് പ്രത്യേകം എന്നോട് ഇപ്പോൾ ഒന്നുകൂടെ ആവശ്യപ്പെട്ടു 3 എന്നുള്ളത് 2 ആക്കണമെന്ന്. കാരണം കടന്നു വരുന്ന പലരുടെയും മുഖങ്ങൾ കാണുമ്പോൾ തന്റെ കയ്യിലുള്ള ലിസ്റ്റിലെ പേര് വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് 2 മിനിറ്റ് കൊണ്ട് തുടർന്നുള്ളവര്. തൊട്ടു പിന്നാലെ അടുത്ത പേരൂടെ ഞാനൊന്ന് പറയുന്നു. ഈ കുടുംബത്തോട് ബന്ധപ്പെട്ട ഒരാളാണ്, അമേരിക്കയിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട്, പ്രൈസ് എബനേസർ. ജോസഫ് രാജൻ, പിന്നാലെ ബ്രദർ പ്രൈസ് എബനേസർ. പ്രിയമുള്ളവരെ, പ്രിയ ദൈവദാസൻ എം വി തോമസിന്റെ വിയോഗത്തിൽ ഞാൻ അതീവ ദുഃഖിതനാണ്. എങ്കിലും തന്റെ ജീവിതത്തെ ഒന്ന് നോക്കിക്കാണുമ്പോൾ പ്രത്യാശ നിർഭരമായ ചിന്തകളാണ് മനസ്സിൽ ഉണരുന്നത്. പ്രത്യേകാൽ ഈ